കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധത്തിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി. കോടതിയലക്ഷ്യ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് അനീഷ് IAS നേരിട്ട് ഹാജരാകാനും നിർദ്ദേശം. INTUC നേതാവ് R. ചന്ദ്രശേഖരനും കേഷ്യു കോർപ്പറേഷൻ MD KA രതീഷിനുമെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതിനാണ് CBI പ്രോസിക്യൂഷൻ അനുമതി തേടിയത്. അഴിമതി നിരോധന നിയമം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ നിഷേധിച്ചു. ഇതിനെതിരായ INTUC നേതാവ് കടകംപള്ളി മനോജ് നൽകിയ ഹർജിയിലാണ് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത്. പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. കോടതി പറഞ്ഞിട്ടില്ലല്ലോ ഒരു കാര്യം ചെയ്യാനായിട്ട്. കോടതി അലക്ഷ്യം നിൽക്കണമെങ്കിൽ കോടതി പറഞ്ഞ കാര്യം ലംഘിക്കണമല്ലോ. അത് കോടതി പറഞ്ഞ ഒരു കാര്യം ലംഘിച്ചായിട്ട് ഞങ്ങളുടെ മുൻപിലില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇതിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. 2008 മുതൽ 2016 വരെയുള്ള കാലയളവിൽ നടന്നിട്ടുള്ള അഴിമതിയിലാണ് CBI അന്വേഷണം നടത്തിയത്. ഹൈക്കോടതി എക്സ്പെർട്ട് കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് CBI കേസെടുത്തത്. കേസിൽ 20 പ്രതികളുണ്ട്. കോടതിയലക്ഷ്യ നടപടിയുമായി ബന്ധപ്പെട്ട് മെയ് 18-നാണ് മുഹമ്മദ് ഹനീഷിനോട് ഹാജരാകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.